ഹലോ, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ചില വർക്കുകൾ കണ്ടാലോ? ആദ്യം ഉണ്ടാക്കുന്നത് ബുക്ക് പൊതിച്ചിലിട്ടപ്പോൾ കിട്ടിയ ഈ ഒരു കാർഡ്ബോർഡ് റോൾ കൊണ്ടാണ്. ഇതുപോലെ 2 റോളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് അടിപൊളി വാൾ ഡെക്കർ നമുക്ക് ചെയ്തെടുക്കാം. ഇത്രയും നീളം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാതെ നീളത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലെ ചെറിയൊരു പീസ് കാർഡ്ബോർഡ് വെച്ച് ഇതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് അടച്ചെടുക്കാം. ഇതുപോലെ 4 നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ 4 എണ്ണം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവ ഓരോന്നും ഒട്ടിച്ചു തുടങ്ങാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 4ഉം ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ ഒരു റോയൽ ലുക്ക് വരാനായിട്ട് മെറ്റാലിക് കളേഴ്സ് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് ഇതിനെയൊക്കെ ഒന്ന് ചുവരിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഇഷ്ടമുള്ള പൂക്കളും വെച്ച് കൊടുക്കാം. ഇനി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു വർക്ക് കണ്ടാലോ? അതിന് ഇതുപോലെ നമുക്കൊരു ഒഴിഞ്ഞ കുപ്പിയാണ് ആവശ്യം. ഏത് കുപ്പി വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കുപ്പി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അളവിലൊരു കാർഡ്ബോർഡ് പീസാണ് ആവശ്യം. അത് നീളത്തിൽ തന്നെ എടുക്കുക. ഇനി അതിനെ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. ഇനി ഈ അടർത്തിയ പീസ് കുപ്പിയുടെ അളവിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്തു കൂടി നമുക്കൊരു കാർഡ്ബോർഡ് പീസ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഗ്ലാസ് പെയിൻ്റ് ആണ്. ഞാനിവിടെ 2 കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഇതുപോലെ ഒന്നിടവിട്ട് ഒറ്റിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് പാളിപ്പോയിട്ടുണ്ട്, എന്നാലും സാരമില്ല. ഇനിയുള്ള ഗ്യാപ്പിൽ അടുത്ത കളർ നമുക്ക് ഒറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ബോ കൂടി വെച്ച് കൊടുത്ത് അതിനൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം. ഇനി നമുക്കിതിനെ പെൻ ആൻഡ് പെൻസിൽ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. ഇനി കളേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ കാർഡ്ബോർഡ് വെച്ചൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലോ? അതിന് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുക.
കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ 2 സൈഡും ഇതുപോലെ നമുക്ക് അടർത്തിയെടുക്കാം. അല്പം വെള്ളം സ്പ്രേ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് ചീന്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ 2 സൈഡും ചീന്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്കെയിൽ അളവിൽ 2 സൈഡിലും നമുക്ക് ഒരുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നമ്മൾ ഒരേ അളവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നടുവിലെ ഭാഗം അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരേ അളവിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്യുന്ന തുടക്കത്തിൽ അങ്ങ് നീളത്തിൽ കട്ട് ചെയ്ത് പോകരുതേ. ഇതുപോലെ നിശ്ചിത അകലം പാലിച്ച് മറ്റേ അറ്റം വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഈ ഭാഗത്ത് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇനി ഈ കാണുന്ന പോലെ സ്കെയിലിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിടവിട്ട് കയറ്റി കൊടുക്കാം. ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അളവിൽ വെച്ച് 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അല്പം ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ധൃതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ പോലെ ചെറുതായി ഒന്ന് പാളിപ്പോകും. ഇനി നമുക്ക് സ്കെയിലിനെ പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർ തുടർന്നുള്ള വീഡിയോസ് കണ്ടും സപ്പോർട്ട് ചെയ്യണേ. ഇനി ഈ സെൻറ്ററിലെ പോർഷൻ ഒന്ന് ഒരേ ലെവലിൽ നമുക്ക് ആക്കി കൊടുക്കാം. ഇനി പതുക്കെ സ്കെയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലെ കട്ടിയുള്ളൊരു പേപ്പർ എടുത്ത് അതിനൊന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ റോളിനെ ഈ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസാണ് ആവശ്യം. അതിലേക്ക് നമുക്ക് ഇതിനെ ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൂക്കളും വെട്ട് കൊടുക്കാം. ഇതിലേത് വർക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.